മെയിൻ റോൾ ഓഫ് RNA ഈസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഇത് കൂടാതെ RNAക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് RNA. അപ്പം ആദ്യത്തേത് RNA ഈസ് എ ന്യൂക്ലിക് ആസിഡ് മെസ്സഞ്ചർ ബിറ്റ്വീൻ DNA ആൻഡ് റൈബോസോം. അത് നമ്മൾ കണ്ടു അല്ലെ. DNA-യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ റൈബോസോമിൽ എത്തിച്ച് അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് RNA ആണ്. 3 ടൈപ്പ് ഓഫ് RNA. ഇനി it serves as the genetic material in some organisms like viruses. അപ്പോൾ ചില വൈറസുകളുടെ ജെനറ്റിക് മെറ്റീരിയൽ RNA ആണ്, DNA അല്ല. ഇനി some RNA molecules play an active role within cells by catalyzing biological reactions, controlling gene expression, or sensing and communicating responses to cellular signals. അപ്പോൾ ചില RNAക്ക് ഇത് പ്രോട്ടീൻ സിന്തസിസിലും ജെനറ്റിക് ഇൻഫർമേഷൻ കോഡ് ചെയ്യുന്നതിലും അല്ലാതെ വേറെ ചില റോളുണ്ട്. ദി ആക്ട് ആസ് കാറ്റലിസ്റ്റ്. ചില ബയോളജിക്കൽ റിയാക്ഷൻസിൻ്റെ കാറ്റലൈസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു 2 പ്രോസസ്സുണ്ട്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കൺട്രോൾ ചെയ്യാനും ചില RNA മോളിക്യൂൾസ് ആക്ട് ചെയ്യാറുണ്ട്. ഇനി സെൻസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് റെസ്പോൺസസ് ടു സെല്ലുലാർ സിഗ്നൽസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബോഡി റെസ്പോൺസിനെ സിഗ്നലാക്കി മാറ്റാനും ചില RNA ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്സ് ഓഫ് RNA, ആ ഓരോ RNAക്കും ഓരോ ഫങ്ഷൻ. Certain RNAs are able to catalyze chemical reactions such as cutting and ligating other RNA molecules. അപ്പോൾ നേരത്തെ ബയോളജിക്കൽ റിയാക്ഷൻസിൻ്റെ കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ RNA തന്നെ സിന്തസൈസ് ചെയ്യുന്ന ചില പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യാൻ RNAക്ക് കഴിയും. And the catalysis of peptide bond formation in ribosome. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസും കാറ്റലൈസ് ചെയ്യാൻ RNAക്ക് കഴിയും. These are known as ribosome. ഓക്കെ. അപ്പോൾ ഈ RNAs which catalyze peptide bond formation അതിനെയാണ് റൈബോസൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ആണ് ഫങ്ഷൻസ് ഓഫ് RNA. പ്രോട്ടീൻ സിന്തസിസ് ആണ് മേജർ ഫങ്ഷൻ. ചില വൈറസുകളുടെ ജെനറ്റിക് മെറ്റീരിയൽ ആണ്, ചില ബയോളജിക്കൽ റിയാക്ഷൻസിൻ്റെ കാറ്റലിസ്റ്റ് ആണ്, ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്ന ആക്ഷനുണ്ട്, പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് റെസ്പോൺസസ് ടു സെല്ലുലാർ സിഗ്നൽസ് അതുണ്ട്. പിന്നെ മെസ്സഞ്ചർ RNA, റൈബോസോമൽ RNA, ട്രാൻസ്ഫർ RNA സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. ഇതുകൂടാതെ RNA സിന്തസിസിനെ തന്നെ കാറ്റലൈസ് ചെയ്യുന്ന RNAകളുണ്ട്. പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെയും കാറ്റലൈസ് ചെയ്യുന്ന RNA ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് RNA. മെയിൻ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെങ്കിലും റൈബോന്യൂക്ലിക് ആസിഡിന് അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്, RNAക്കും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സിലബസിലൊരു വേർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഫങ്ഷൻസ് ഓഫ് DNA ചോദിക്കാം, ഫങ്ഷൻസ് ഓഫ് RNAയും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ യൂണിറ്റ് ഇവിടെ തീരുകയാണ്. ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ 3 ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് ആണ് പിന്നത്തെ 3 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയോടെ നമ്മുടെ മോഡ്യൂൾ 5 ഇവിടെ തീരുവാണ്. ഓക്കെ, താങ്ക് യു.